തൃശൂർ ശക്തൻ നഗറിൽ ആകാശപാതയുടെ ഭാഗമായി നിർമ്മിച്ച മീഡിയനുകൾ കോർപ്പറേഷൻ അധികൃതർ പൊളിച്ചു നീക്കിയത് LDF കൌൺസിലർമാർ പുനഃസ്ഥാപിച്ചു. ശക്തൻ ബസ് സ്റ്റാൻഡിന് മുൻവശത്തെ 2 ഭാഗങ്ങളിലെ മീഡിയനുകൾ ബുധനാഴ്ച രാത്രി നീക്കം ചെയ്തിരുന്നു. ഡിവൈഡറുകൾ പൊളിച്ചു നീക്കാൻ കൗൺസിൽ തീരുമാനമില്ലെന്നിരിക്കെ സ്വകാര്യ ബസ് ഉടമകളിൽ നിന്ന് പണം വാങ്ങിയാണ് മേയർ പൊളിച്ചു നീക്കാൻ നടപടിയെടുത്തതെന്ന് കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവ് TR ഹിരൺ ആരോപിച്ചു. യാതൊരുവിധ മുൻ ആലോചനകളുമില്ലാതെ അശാസ്ത്രീയമായ രീതിയിലേക്ക് ഒരു ട്രാഫിക് പരിഷ്കരണം പ്രഖ്യാപിക്കുന്നത്. ബസ്സുകൾ അമിത വേഗതയിൽ വന്നിട്ട് ശക്തൻ സ്റ്റാൻഡിലേക്ക് തിരിയുകയാണ്. ഇവിടെ ഇതിനു മുമ്പ് ഇത്തരത്തിലേക്ക് വലിയ അപകടങ്ങൾ ഉണ്ടായിട്ടുള്ളതാണ്, മരണങ്ങളടക്കം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. ഇത്തരമൊരു സാഹചര്യത്തിൽ അശാസ്ത്രീയമായിട്ടുള്ള ഈ പരിഷ്കരണം പിൻവലിക്കണമെന്ന് ഇന്ന് രാവിലെ LDF കൗൺസിലർമാരടക്കമുള്ള ആളുകൾ മേയറോട് ആവശ്യപ്പെട്ടു. എന്നാൽ മേയറുടെ ധാർഷ്ട്യമാണ് ബസ് ഓണേഴ്സിൻ്റെ ഭാഗത്തു നിന്നും വാങ്ങിയ പൈസയ്ക്കുള്ള കൂറ് കാണിക്കലാണ് മേയറോടെ ചെയ്തിട്ടുള്ളത്. അവർ വന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു ട്രാഫിക് പരിഷ്കരണം ഇവിടെ നടപ്പിലാക്കിയത്. അപ്പോൾ ഇതിനെതിരായിക്കൊണ്ടുള്ള വലിയ പ്രതിഷേധങ്ങൾ ഉയർന്നു വരിക തന്നെ ചെയ്യും. അതിൻ്റെ ഭാഗമായിട്ടാണ് മുറിച്ചു മാറ്റിയ ഡിവൈഡറുകൾ കൃത്യമായി പുനഃസ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി LDFന്റെ കൗൺസിലർമാർ ഇവിടെ വരികയും അത് പുനഃസ്ഥാപിക്കുന്ന പ്രവർത്തനം പൂർത്തീകരിക്കുകയും ചെയ്തിട്ടുള്ളത്. സുരക്ഷ കണക്കിലെടുത്ത് വടക്കുഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾ സ്റ്റാൻഡിലേക്ക് തിരിയുമ്പോഴുള്ള അപകടങ്ങൾ തടയാനായിരുന്നു മുൻ കോർപ്പറേഷൻ ഭരണസമിതി ഇവിടെ മീഡിയനുകൾ സ്ഥാപിച്ചത്. മീഡിയനുകൾ തുറന്നു നൽകണമെന്ന ആവശ്യവുമായി ബസ് ജീവനക്കാർ അന്ന് രംഗത്തെത്തിയിരുന്നു. എന്നാൽ മുൻ ഭരണസമിതി ഡിവൈഡർ പൊളിച്ചു നീക്കില്ലെന്ന ഉറച്ച നിലപാടാണ് സ്വീകരിച്ചത്. ബുധനാഴ്ച രാത്രി 2 ഭാഗത്തായി ഡിവൈഡറുകൾ പൊളിച്ചു നീക്കിയ ഭാഗത്തുകൂടെ വാഹനങ്ങൾ സ്റ്റാൻഡിലേക്ക് തിരിയുന്നത് അപകട ഭീഷണി ഉയർത്താൻ തുടങ്ങിയ സാഹചര്യത്തിലാണ് LDF കൗൺസിലർമാർ നേരിട്ടിറങ്ങി ഡിവൈഡറുകൾ പുനഃസ്ഥാപിച്ചത്. LDF കൗൺസിലർമാരായ TR ഹിരൺ, മുൻ ഡെപ്യൂട്ടി മേയർ ML റോസി, ഷാജു കുണ്ടോളി, ലിംന മനോജ്, P സുകുമാരൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. TCV തൃശൂർ.